ആരാണ് യുരീച്ചി? ഡീമൺ സ്ലെയറിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് ക്യാരക്ടറാണ് യുരീച്ചി. യുരീച്ചിയുടെ കാര്യത്തിൽ ഫാൻസുകാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലർ പറയുന്നു ടാഞ്ചറോയുടെ അച്ഛനാണ് യുരീച്ചി, മറ്റു ചിലർ മുത്തച്ഛനാണെന്ന് പറയുന്നു. ഇന്നത്തെ വീഡിയോയിൽ യുരീച്ചിയുടെ ബാക്ക് സ്റ്റോറി ഫുള്ള് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് പോവാം. നെറ്റിയിൽ ഒരു മാർക്കോട് കൂടിയിട്ടാണ് യുരീച്ചി ജനിച്ചത്. യുരീച്ചിയുടെ നെറ്റിയിലെ മാർക്ക് കണ്ട ഉടൻ തന്നെ ഇവൻ ഒരു ശപിക്കപ്പെട്ടവനാണെന്നും ഇവനെ എത്രയും പെട്ടെന്ന് കൊല്ലണമെന്നും യുരീച്ചിയുടെ അച്ഛൻ തീരുമാനിച്ചു. അന്ന് യുരീച്ചിയുടെ അമ്മ അതിനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ യുരീച്ചി അന്ന് തന്നെ കൊല്ലപ്പെട്ടേനെ. യുരീച്ചിക്ക് മിച്ചിക്കാറ്റ്സു എന്ന് പേരുള്ള ഒരു ഇരട്ട സഹോദരൻ കൂടിയുണ്ട്. ഇരട്ടകളാണെങ്കിലും മൂത്തവൻ മിച്ചിക്കാറ്റ്സു ആണ്. യുരീച്ചിയെ പോലെ മിച്ചിക്കാറ്റ്സുവിന് ജനിച്ചപ്പോൾ മാർക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹം മിച്ചിക്കാറ്റ്സുവിനോടായിരുന്നു. മിച്ചിക്കാറ്റ്സുവിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അച്ഛൻ ചെയ്തു കൊടുത്തപ്പോൾ യുരീച്ചിയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അയാൾ മുതിർന്നില്ല. വീട്ടിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും മിച്ചിക്കാറ്റ്സു ആസ്വദിച്ചപ്പോൾ യുരീച്ചിക്ക് അതെല്ലാം നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതൊന്നും യുരീച്ചിയെ ഒട്ടും തന്നെ ബാധിച്ചിരുന്നില്ല. തന്റെ ജ്യേഷ്ഠനെയും അമ്മയും യുരീച്ചി അത്രയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ മിച്ചിക്കാറ്റ്സുവിനാകട്ടെ അനുജനോട് വലിയ പരിഗണനയൊന്നും കാണിച്ചില്ല. ഒരു പുച്ഛഭാവമായിരുന്നു യുരീച്ചിയോട് മിച്ചിക്കാറ്റ്സു കാണിച്ചിരുന്നത്. താൻ എവിടെ പോയാലും ഒരു വാല് പോലെ എപ്പോഴും യുരീച്ചി കൂടെ കാണുമായിരുന്നു. പ്രായമായപ്പോൾ വാൾപ്പയറ്റ് പരിശീലിക്കാനായി മിച്ചിക്കാറ്റ്സുവിനെ ഒരു സാമുറായിയുടെ അടുത്ത് ചേർത്തു. യുരീച്ചിക്കാണെങ്കിൽ വാൾപ്പയറ്റിനോടൊന്നും തീരെ താല്പര്യമില്ലായിരുന്നു. തന്റെ വയ്യാതായ അമ്മയെ പരിപാലിക്കലായിരുന്നു യുരീച്ചിയുടെ പ്രധാന പണി. എങ്കിലും സഹോദരന്റെ പരിശീലനം ദൂരെ നിന്ന് യുരീച്ചി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കൗതുകം കൊണ്ട് തന്നെയും കൂടി വാൾ വീശാൻ പഠിപ്പിക്കുമെന്ന് മാസ്റ്ററോട് യുരീച്ചി ആവശ്യപ്പെട്ടു. തന്നെ വീഴ്ത്തിയാൽ പഠിപ്പിക്കാമെന്ന് മാസ്റ്റർ തിരിച്ചും പറഞ്ഞു. അതുവരെ വാൾ പിടിക്കുക പോലും ചെയ്യാത്ത യുരീച്ചി നിമിഷ നേരം കൊണ്ട് ആ സാമുറായിയെ പരാജയപ്പെടുത്തി. ഇതെല്ലാം അത്ഭുതത്തോടെ കണ്ടുകൊണ്ട് നിന്ന മിച്ചിക്കാറ്റ്സു തന്റെ അനുജൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്നും ദൈവികമായി എന്തോ കഴിവ് ലഭിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കി. കാലങ്ങൾക്ക് ശേഷം തന്റെ സഹോദരൻ വീട് വിട്ടിറങ്ങി പോയപ്പോൾ യുരീച്ചി അപ്പോഴും തന്റെ അമ്മയുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടത്. കാരണം തന്റെ ട്രാൻസ്പാരന്റ് എബിലിറ്റിയിലൂടെ അമ്മ അധിക കാലം ജീവിച്ചിരിക്കത്തില്ല എന്ന് യുരീച്ചിക്ക് അറിയാമായിരുന്നു. പിന്നീട് അമ്മയുടെ മരണശേഷം യുരീച്ചിയും വീട് വിട്ടിറങ്ങി യൂട്ട എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും അവളെ കല്യാണം കഴിക്കുകയും ചെയ്തു. ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നാണ് ആ മഹാദുരന്തം ഉണ്ടായത്. യുരീച്ചിയുടെ ജീവിതം മാറ്റിമറിച്ചത് ഇവിടെ നിന്നാണ്. തന്റെ ഭാര്യ ഒരു ഡീമന്റെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ സമയം പുറത്തുപോയി തിരികെ എത്തിയ യുരീച്ചി തന്റെ ഭാര്യയുടെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശരീരം കണ്ട് സഹിക്കാനായില്ല. ആ സമയം യുരീച്ചിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഭാര്യയുടെ ചേതനറ്റ ശരീരം ചേർത്ത് പിടിച്ച് ഏകദേശം 10 ദിവസത്തോളം യുരീച്ചി കരയുകയുണ്ടായി. ആ സമയം അതുവഴി കടന്നു വന്ന ഒരു ഡീമൺ സ്ലെയറിന്റെ സഹായത്തോടെ ഭാര്യയെ സംസ്കരിച്ചു. ശേഷം അയാളോടൊപ്പം കൂടി യുരീച്ചിയും ഡീമൺ സ്ലെയർ കോപ്സിൽ ചേർന്നു. തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ഡീമൺസിനെ മുച്ചൂടും തകർക്കാൻ യുരീച്ചി അന്നു മുതൽ ശപഥം ചെയ്തു. തന്റെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായി സ്വന്തമായ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ തന്നെ യുരീച്ചി ഉണ്ടാക്കി. ഈ എബിലിറ്റിയിലൂടെ ഡീമൺസിനെ അതിവേഗം കൊല്ലാമെന്ന് മനസ്സിലാക്കിയ യുരീച്ചി കൂടെയുള്ള ഡീമൺ സ്ലേയേഴ്സിനും ഈ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ അത്ര എളുപ്പമായിരുന്നില്ല ഈ സൺ ബ്രീത്തിങ് ടെക്നിക്ക് പഠിച്ചെടുക്കുക എന്നത്. അതുകൊണ്ട് സൺ ബ്രീത്തിങ് സ്റ്റൈലിന്റെ കൂടെ മറ്റു ബ്രീത്തിങ് സ്റ്റൈലും ഡീമൺ സ്ലേയേഴ്സ് കണ്ടുപിടിച്ച് അത് പെർഫോം ചെയ്യാൻ തുടങ്ങി. സൺ ബ്രീത്തിങ് സ്റ്റൈലിന്റെ അത്രയും പവർഫുൾ അല്ലെങ്കിലും ഡീമൺസിനെതിരെ ഇത്തരം ബ്രീത്തിങ് സ്റ്റൈലുകൾ എഫക്റ്റീവ് ആയിരുന്നു. ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരും ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്യാൻ ആരംഭിച്ചതോടുകൂടി ഡീമൺസിന് കൂടുതൽ പേടിയായി. പതിവ് പോലെ ഡീമൺസിനെ അന്വേഷിച്ചിറങ്ങിയ യുരീച്ചി മുസാനെ കാണാനിടയായി. തനിക്ക് നേരെ വരുന്ന എന്തിനേയും അക്രമാസക്തമായി വിഴുങ്ങാൻ തക്ക ത്രാണിയുള്ള ഒരാളാണ് മുസാൻ എന്നും മുസാനെ പോലെ ഒരാളെ കൊല്ലാനാണ് താൻ ഭൂമിയിൽ ജനിച്ചതെന്നും യുരീച്ചിക്ക് മനസ്സിലായി. തന്റെ ട്രാൻസ്പാരന്റ് എബിലിറ്റിയിലൂടെ മുസാന് 7 ഹൃദയവും 5 തലച്ചോറും ഉണ്ടെന്ന് യുരീച്ചിക്ക് അറിയാൻ പറ്റി. മുസാന്റെ ഏതൊരു അറ്റാക്കും തന്നെ മരണത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലാക്കിയ യുരീച്ചി അതിനിടവരുത്താതെ തന്റെ 12 ഫോമും കൂടി കൂട്ടിച്ചേർത്ത് 13ാമതൊരു ഫോം ഉണ്ടാക്കി മുസാനെ അറ്റാക്ക് ചെയ്തു. മുസാനെ തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത വിധം വേഗത്തിലായിരുന്നു യുരീച്ചിയുടെ ആക്രമണം. അധിക നേരം നിന്നാൽ തന്റെ ജീവൻ പോകുമെന്ന് മനസ്സിലാക്കിയ മുസാൻ തന്റെ ശരീരത്തെ 1800 കഷ്ണങ്ങളാക്കി ചിതറിച്ചു. അതിൽ 1500 കഷ്ണങ്ങൾ മാത്രമേ യുരീച്ചിക്ക് തകർക്കാൻ സാധിച്ചുള്ളൂ. ബാക്കിയുള്ള 300 ഭാഗങ്ങളുമായി മുസാൻ നേരത്തെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. മുസാന്റെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഡീമണായ ലേഡി ടമായ അപകട സാധ്യതകളൊന്നും കാണാത്ത കൊണ്ട് അവളെ വെറുതെ വിട്ടു. യുരീച്ചിയുടെ ഈ പ്രവൃത്തി വലിയ ചർച്ചാ വിഷയമായി. മുസാനെ പരാജയപ്പെടുത്താത്തതിലും മറ്റൊരു ഡീമനെ വെറുതെ വിട്ടതിലും തന്റെ സഹോദരൻ ഡീമൺ ആയതുമെല്ലാം കാരണം കൂടെയുള്ളവർ യുരീച്ചിക്കെതിരെ തിരിയുകയും ഡീമൺ സ്ലെയർ കോപ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു കുടുംബത്തെ ഡീമൺ ആക്രമിക്കാനായി വരുന്നത് കണ്ട യുരീച്ചി അവരെ ഡീമണിൽ നിന്ന് രക്ഷിച്ചു. ടാഞ്ചറോയുടെ ആൻസസ്റ്ററായ സുമിയോഷിയും ഭാര്യയുമായിരുന്നത്. തങ്ങളെ രക്ഷിച്ചതിന് നന്ദിയായി യുരീച്ചിയെ അവർ വീട്ടിലേക്ക് ക്ഷണിച്ചു. വൈകാതെ തന്നെ യുരീച്ചിയും സുമിയോഷിയും സുഹൃത്തുക്കളായി. സുമിയോഷിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു. യുരീച്ചി അവളുമായി സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു.
തനിക്ക് ജനിക്കാതെ പോയ കുഞ്ഞിനെ യുരീച്ചി അവളിൽ കണ്ടിരുന്നു. സുമിയോഷിയോടുള്ള സൗഹൃദത്തിന്റെ സമ്മാനമായി യുരീച്ചി തന്റെ ഇയറിംഗ്സ് സുമിയോഷിക്ക് നൽകി. കൂടാതെ ഭാവിയിൽ ഡീമന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായി തന്റെ സൺ ബ്രീത്തിങ് ടെക്നിക്കും കൂടി കമാഡോ ഫാമിലിക്ക് യുരീച്ചി പഠിപ്പിച്ചു കൊടുത്തു. പിന്നീടുള്ള കാലം മുസാനെ കണ്ടുപിടിക്കലായിരുന്നു യുരീച്ചിയുടെ ശ്രമം. പക്ഷേ വർഷങ്ങളോളം മുസാൻ ഒളിവിൽ പോയത് കാരണം യുരീച്ചിക്ക് അതിന് സാധിച്ചില്ല. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. യുരീച്ചി വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് തന്റെ സഹോദരനായ മിച്ചിക്കാസുവിനെ കാണാനിടയായി. ആ സമയം കോക്കുഷിബോ എന്ന പേര് സ്വീകരിച്ചു ഒരു ഡീമണായി മാറിയിരുന്നു മിച്ചിക്കാസു. വാർദ്ധക്യം മൂലം കാഴ്ച നഷ്ടപ്പെട്ട യുരീച്ചിക്ക് തന്റെ മുന്നിൽ നിൽക്കുന്നത് സഹോദരനാണെന്ന് അറിയാമായിരുന്നു. യുരീച്ചിയുടെ മുഖത്ത് ആ സമയം സങ്കടം കൊണ്ട് കണ്ണുകൾ നിറയാൻ തുടങ്ങി. താൻ ജീവനെ പോലെ സ്നേഹിച്ച തന്റെ സഹോദരൻ ഡീമണായെന്ന് അറിഞ്ഞപ്പോൾ യുരീച്ചിക്ക് അത് സഹിക്കാനായില്ല. മറുഭാഗത്ത് കോക്കുഷിബോ ആകട്ടെ യുരീച്ചിയെ എങ്ങനെയെങ്കിലും വധിച്ചേ തീരുവെന്ന തീരുമാനത്തിലാണ് വന്നു നിൽക്കുന്നത്. തന്റെ മുന്നിൽ ഒരു ഡീമണാണെന്ന ബോധ്യത്തോടെ യുരീച്ചി കോക്കുഷിബോനെ അറ്റാക്ക് ചെയ്തു. വൃദ്ധനാണെങ്കിലും യുരീച്ചിയുടെ ആക്രമണത്തിന്റെ മൂർച്ച ഒട്ടും തന്നെ കുറഞ്ഞിരുന്നില്ല. ചെറുതായ അവശനായ യുരീച്ചി തന്റെ വാളൊന്ന് നിലത്ത് കുത്തിച്ചു നിന്നു. പിന്നീട് അവിടുന്ന് യുരീച്ചി അനങ്ങുന്നുണ്ടായിരുന്നില്ല. യുരീച്ചി മരണപ്പെട്ടതായി കോക്കുഷിബോക്ക് മനസ്സിലായി. യുരീച്ചിയെ തനിക്ക് കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്ന ദേഷ്യത്താൽ യുരീച്ചിയുടെ ശരീരത്തെ രണ്ടായി മുറിച്ചു മാറ്റി. യുരീച്ചിയുടെ ശരീരത്തിൽ നിന്ന് ഒരു ഫ്ലൂട്ട് കോക്കുഷിബോക്ക് ലഭിക്കുകയുണ്ടായി. താൻ ചെറുപ്പത്തിൽ യുരീച്ചിക്ക് നൽകിയ അതേ ഫ്ലൂട്ടാണ് ഇതെന്ന് മനസ്സിലാക്കിയ കോക്കുഷിബോന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. മരണപ്പെടുമ്പോൾ 85 വയസ്സായിരുന്നു യുരീച്ചിയുടെ പ്രായം. പ്രയാസങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ജീവിതമായിരുന്നു യുരീച്ചിയുടേത്. ചെറുപ്പം മുതലെയുള്ള അച്ഛന്റെ അവഗണന, കുട്ടിക്കാലത്ത് തന്നെയുള്ള സ്വന്തം അമ്മയുടെ മരണം, താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഭാര്യയുടെയും കുഞ്ഞിന്റെയും കൊലപാതകം, കൂടപ്പിറപ്പായ സഹോദരന്റെ വഞ്ചന, തന്റെ ആഗമന ലക്ഷ്യമായ മുസാനെ വധിക്കാത്തതിലുള്ള നീരസം, ഇതെല്ലാം കൊണ്ടും യുരീച്ചിയെ മാനസികമായി ഒരുപാട് തളർത്തിയിരുന്നു. പരാജയത്തിന് ഒരു പേരുണ്ടെങ്കിൽ അത് താനാണെന്നാണ് യുരീച്ചി സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത്. യുരീച്ചി തന്റെ ജീവിതത്തെ പരാജയം എന്ന് വിളിച്ചത് സ്ട്രോങ്ങർ അല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് താൻ സ്നേഹിക്കുന്നവരെ രക്ഷിക്കാനോ അവർക്ക് വേണ്ടി പോരാടാനോ സാധിച്ചില്ല എന്നതുകൊണ്ടാണ്. തന്റെ ലോകത്തെ ശക്തനായ പോരാളിയായിരുന്നിട്ട് കൂടി ഏകനായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് യുരീച്ചി. വരുംകാല തലമുറകൾക്ക് ചരിത്രം തന്നെ സൃഷ്ടിച്ചിട്ടാണ് യുരീച്ചി മടങ്ങിയത്. കാരണം ഇന്ന് വരെയുള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സും യുരീച്ചിയുടെ പാത പിന്തുടരാനാണ് ആഗ്രഹിച്ചത്. യുരീച്ചിയുടെ പവർ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു വലിയ വിസ്ഫോടനവും 4 ഡിഫറെന്റ് ഡ്രഗ്സും 2 ഡീമനും ഒരു ഫുൾ ഹാഷിറ സ്ക്വാഡും എൻറ്റയർ ഡീമൺ സ്ലെയർ കോപ്സും വേണ്ടി വന്നു മുസാനെ പിടികൂടാനായിട്ട്. അങ്ങനെയാണെങ്കിൽ വെറും 30 സെക്കൻഡ് നീണ്ടു നിന്ന ഫൈറ്റില് മുസാനെ എത്രത്തോളം ട്രോമറ്റൈസ് ആക്കിയിട്ടുണ്ടാവും യുരീച്ചി. അത് ഞാൻ നിങ്ങളുടെ ഇമാജിനേഷനിൽ നിന്ന് വിട്ടു തന്നേക്കുവാണ്. യുരീച്ചിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് രേഖപ്പെടുത്തുക. ഡീമൺ സ്ലേയേഴ്സിലെ മറ്റ് ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറിയുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ അത് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.